രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. ഐഷു കുറച്ചു നേരം കാറ്റും കൊണ്ട് ആകാശത്തേക്ക് നോക്കി നിന്നു. ഒരുപാട് നക്ഷത്രങ്ങൾ അവരുടെ വെളിച്ചം ഭൂമിയിലേക്ക് പതിപ്പിക്കുന്നു. ചിലത് എങ്ങോട്ടെന്നില്ലാതെ സഞ്ചരിക്കുന്നു. അവളൊന്ന് നിശ്വസിച്ചുകൊണ്ട് കൈയും കെട്ടി താഴേക്ക് നോക്കി. എങ്ങുവിരിട്ട്. പെട്ടെന്ന് അവൾക്ക് തന്റെ പുറയിൽ കൂടി ആരോ പാസ്സായതുപോലെ തോന്നി. പുറയിലേക്ക് നോക്കിയത് അവൾ ആരെയും കണ്ടില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഏയ്, ഈ പാതിരാത്രി ആര് വരാനാ? അവളൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. ശരിക്കും പറഞ്ഞ നൈറ്റ് റൈഡ് പോണം. എന്തൊരു ഫീലായിരിക്കും. പിന്നെ ഈ രാത്രി തട്ടുകടയിൽ കയറി പൊറോട്ടയും ബീഫും കഴിക്കണം. കൂടെ ഒരു മുട്ട പൊരിച്ചത്, പിന്നെ പഴംപൊരിയും ബീഫും. അതിന്റെ രുചി ഇപ്പോഴും ഉണ്ട് എന്റെ നാവില്. എന്നാണാവോ ഇതിനൊക്കെ ഭാഗ്യം കിട്ടുന്നത്. നാട്ടിലായിരുന്നപ്പോ ഞാനും അച്ഛൻ കഴിക്കുമായിരുന്നു. ഇപ്പൊ ഒരുപാട് മിസ് ചെയ്യുന്നു. അവൾ നക്ഷത്രങ്ങളെ നോക്കി പറഞ്ഞു. ഞാൻ പോവാ, എനിക്ക് ഉറക്കം വരുന്നു. ഐഷു നേരെ സ്റ്റെയർ ഇറങ്ങാൻ വേണ്ടി ഡോറിൽ പിടിച്ചത് ആരോരാ അവളുടെ മുന്നിലേക്ക് എടുത്ത് ചാടി. ആ, ഐഷു ശബ്ദിച്ചത് അയാൾ വേഗം തന്നെ അവളുടെ വാവുത്തിപ്പിടിച്ചു. ഐഷുവിന്റെ ശരീരം കിടുകിടാ വിറക്കാൻ തുടങ്ങി. ആരാ? ഭയത്തോടെ അവൾ ചോദിച്ചു. പക്ഷെ ശബ്ദം മാത്രം പുറത്തേക്ക് വരുന്നില്ല. എന്തോ അവൾ പറയുന്നുണ്ടെന്ന് തോന്നിയവൻ അവളുടെ വായിൽ നിന്ന് കൈയെടുത്തു മാറ്റി. അവൻ കൈയെടുത്തത് ഒന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു. ആരാ? ശ്വാസമെടുത്തപടി അവൾ അവനിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ കുറച്ച് വെളിച്ചമുള്ളിടത്തേക്ക് നീങ്ങി നിന്നു. താനോ? താനല്ല, സാറ്. ആ, സാറ്. സാറെന്താ ഈ പാതിരാത്രിയില്, അതും ഈ ടെറസില്? നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. എന്ത്? അവളൊന്ന് സംശയിച്ചുകൊണ്ട് ചോദിച്ചു. നിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് വിടുമ്പോ. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അത്? അവന്റെ മുഖഭാവം കണ്ട് അവളൊന്ന് പേടിച്ചു. അതവിടെ എത്തിയിട്ട് വിളിക്കണോന്ന്. എന്നിട്ട് നീ വിളിച്ചോ? ഇല്ലെന്ന് ചുമകൂച്ചി. അത് കേട്ടത് അവൻ മുന്നോട്ടൊന്ന് നടന്നു. അവൻ വരുന്നതനുസരിച്ച് അവളും പുറകിലേക്ക് നടന്നു ചുവരിൽ തട്ടി നിന്നു. ഒന്നോടെ അവൻ അടുത്തെത്തിയത് അവളിരു കൈയും കൊണ്ട് അവന്റെ നെഞ്ചിൽ തള്ളിപ്പിടിച്ചു. സാർ ഇതെങ്ങോട്ടായി തള്ളിക്കേറി വരുന്നേ? അവൻ കണ്ണുകളൊന്ന് കുറുക്കിക്കൊണ്ട് അവളെ നോക്കി. സാറ് നോക്കിയൊന്നും വേണ്ട, മറ്റന്നാൾ സാറിന്റെ കല്യാണമല്ലേ. എന്നിട്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? അവൻ അവളുടെ അടുത്തേക്ക് ഒന്നും കൂടി ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. അത് അവന്റെ സാന്നിധ്യത്തിൽ അവൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്? അവൻ വീണ്ടും ചോദിച്ചത്. അവളൊന്ന് കണ്ണുകളടിച്ച് ധൈര്യം സംഭരിച്ചു. സാർ എന്തു പറഞ്ഞാലും ശരി, ഞാൻ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയല്ല. സാറിന്റെ താല് മോഹിച്ചു കഴിയുന്നൊരു പെൺകുട്ടിയുണ്ട്. അവരെ ചതിക്കരുത് പ്ലീസ്. ഞാൻ സാറിന് ശല്യം ചെയ്യാനൊന്നും വരുന്നില്ലല്ലോ. പിന്നെ സാർ എന്റെ കാര്യം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. സാറിന്റെ കമ്പനിയിലെ ജോലി ചെയ്യുന്നൊരു സ്റ്റാഫ്, അത്രേ ഉള്ളൂ. ഇനി ഇതുപോലെ ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ എന്ത് ചെയ്യും? അവനൊന്നുകൂടി അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. വേണ്ട സാർ. സാറൊക്കെ വിചാരിച്ച ഒരുപാട് പെൺകുട്ടികളെ കിട്ടും. പക്ഷെ ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണ്ട. ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല. ഒരിക്കൽ കൂടി പറയുക, ഇനി മേലെ എന്നോട് ഇങ്ങനെ പെരുമാറരുത്. ദേഷ്യവും സങ്കടവും കൊണ്ട് അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പറയുന്നതോടൊപ്പം അവളുടെ മൂക്കും ചുവന്നു, ചുണ്ടും വിറച്ചു. അത്രയും പറഞ്ഞു അവൾ അവനെ ഒന്ന് നോക്കുക കൂടെ ചെയ്യാതെ താഴേക്ക് പോയി. ഓ ഷിറ്റ്! കൈ ഭിത്തിയിലിടിച്ചുകൊണ്ട് അവൻ ആ ദേഷ്യം മൊത്തവും തീർത്തു. കയ്യിൽ നിന്ന് ചോര വരുന്നുണ്ടെങ്കിലും അവനിൽ അതൊന്നും ഏറ്റിരുന്നില്ല. ആ സമയം ഐഷു റൂമിലെത്തി നേരെ ബാത്റൂമിലേക്ക് പോയി പൊട്ടിക്കരഞ്ഞു. എന്തിനു വേണ്ടിയാണ് അയാൾ തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അറിയില്ല. പക്ഷെ തനിക്ക് അയാളോട് ഒന്നുമില്ല. പിന്നെന്തിനാ വിവാഹം ഉറപ്പിച്ചതാണെന്ന് പോലും നോക്കാതെ തന്നോട് എന്തിനിങ്ങനെ ചെയ്യുന്നു? അവൾ സ്വയം പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. കുറച്ചു കഴിഞ്ഞത് കണ്ണൂറടച്ചൊന്ന് നിശ്വസിച്ചുകൊണ്ട് എഴുന്നേറ്റ് മുഖം ഒന്ന് കഴുകി നേരെ അച്ചുവിനെ കെട്ടിപ്പിടിച്ചു കിടന്നു. രാവിലെ തന്നെ ദീപക്കും ഫാമിലി എത്തിയിട്ടുണ്ട്. അച്ചുവിന്റെ എതിർവശത്തെ റൂമാണ് മൗനയ്ക്കും കൊടുത്തിരിക്കുന്നത്. ഇന്ന് വെളുപ്പിനെ തന്നെ ദൃശ്യം തിരിച്ചെത്തി. രാവിലെ എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. മൗനയും അച്ചു അന്ന് ധ്രുവ് പരിചയപ്പെടുത്തിയതിനു ശേഷം പിന്നെ മിണ്ടിയിട്ടില്ല. മൗനക്ക് അച്ചുവിനെ കാണുമ്പോൾ ഒരുതരം പുച്ഛമാണ്. അച്ചുവിന് അത് പിന്നെ മനസ്സിലായതുകൊണ്ട് അച്ചുവും മിണ്ടിയില്ല. അങ്ങനെ വൈകുന്നേരമായി. അച്ചുവിന് ആകെ വെപ്രാളമാണ്. ഐഷുവും ഗീതും മറിയാമ്മയും കൂടി അച്ചുവിനെ ഒരുക്കുകയാണ്. അവൾ യെല്ലോ ഡ്രസ് അതീവ സുന്ദരിയായിരുന്നു. കാതിലും കയ്യിലും ഒരു കുഞ്ഞ് മഞ്ഞ ജീവിക്കൊണ്ടുണ്ടാക്കിയ കമ്മലും വളയുമാണ്. മുടി അടിച്ചിട്ടുണ്ടായിരുന്നു. വൈദ്യു വന്ന് അച്ചുവിന്റെ നെറുകയിൽ ചുംബിച്ചു. സുന്ദരിയായിട്ടുണ്ട് എന്റെ മോള്. അപ്പൊ ഞങ്ങളോ?
മുഖം വീർപ്പിച്ചുകൊണ്ട് മറിയാമ്മ ചോദിച്ചു. എന്റെ എല്ലാ മക്കളും സുന്ദരിയായിട്ടുണ്ട്. അച്ചു ചേച്ചി. അച്ചുവിനെ റെഡിയാക്കുന്ന നേരത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ഇതിപ്പോ ആരാ? മറിയാമ്മ. എടാ അപ്പൂസേ. അച്ചു ഓടിപ്പോയി അപ്പുവിനെ കെട്ടിപ്പിടിച്ചു. നീ എപ്പോ വന്നു? ഐഷു. ഞാനേ 3 മണിക്ക് എത്തിയതാ. നിങ്ങളെ നോക്കിയപ്പോ എല്ലാം ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയിന്ന് പറഞ്ഞമ്മ. എന്തോന്നാടി ചേച്ചി, 3 മണിക്കൂറായി ഡ്രസ് ചേഞ്ച് ചെയ്യാൻ കയറിയിട്ട്. അയ്യേ. അശ്വന്ത് ഐഷുവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോയടാ, ഞാൻ ദേ ഇവരെ ഒരുക്കാൻ കയറിയതാ. അച്ചുവിനെയും മറിയാമ്മേനെ ഗീതുവിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. മതിയടാ അടി കൂടിയത്. കണ്ട കീരിമ്പാമ്പോ. കണ്ടില്ലല്ലോ ചക്കരയടി. അച്ചു. നീ ഒറ്റയ്ക്ക് വന്നോ? ഐഷു. ഇല്ല, അച്ഛ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ഞാനും അച്ഛനും ഫ്ലൈറ്റിലടി പോകുന്നത്. ഓ ഭാഗ്യം വേണം. ഭാഗ്യം. ഓ പിന്നെ ഞാനും മുത്തിയേക്കാണ് ഫ്ലൈറ്റിലാ പോയത്. അതിന്റെ ക്ഷീണം ഇന്നലെയാ തീർന്നത്. നീയും പോയാ? പിന്നെ നിങ്ങളെ നോക്കി അവിടെ എല്ലാരും ഉണ്ട്. 2 പേരെയും കാത്തിരിക്കുക. അവൻ അപ്പുവുമായി താഴേക്ക് പോയി. അതിനിടയിൽ അപ്പു ചോദിച്ചു. എടി ചേച്ചി, നിന്റെ കല്യാണം എപ്പോഴാടി? രണ്ടി. നിനക്ക് ഞാനിങ്ങനെ സുഖിച്ചു ജീവിക്കാനായിട്ട് പിടിക്കണില്ലല്ലേ? 2 പെണ്ണിനെയും കൂട്ടി മണ്ഡപത്തിലേക്ക് ആനയിച്ചിരുത്തി. മൗന യെല്ലോ കളർ ലഹങ്കയും കൂടെ കഴുത്തിൽ വലിയൊരു മാലയുണ്ട്. അച്ചു പിന്നെ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആണല്ലോ. 2 പേരെ ഒരു താമരയുടെ ആകൃതിയിലുള്ള പാത്രത്തിലിരുത്തി. ചുറ്റും മഞ്ഞയും ഓറഞ്ചും കൂടിയ തോരണങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട്. കൂടെ ധാരാളം പൂക്കളുണ്ട്. താമര പോലുള്ള 2 പാത്രത്തിൽ കുറെ മഞ്ഞ ജമന്തി കൊണ്ടുവന്നിട്ട് അതിലേക്ക് 2 വധുക്കളെയും ഭാരതി അതിലൊഴിഞ്ഞിരുത്തി. ഇതേ സമയം വരനെയും കൊണ്ടുവന്നിരുത്തി. ദശും ധ്രുവും ഒരേപോലുള്ള യെല്ലോ പൈജാമ ഇട്ടിരിക്കുകയാണ്. കിച്ചുവമ്മയും അലോകും കൂടി ആദ്യം മഞ്ഞളെടുത്ത് ദശന്റെ മുഖത്ത് തേച്ച്, പിന്നീട് ധ്രുവിന്റെയും പിന്നെ ദശന്റെ മുഖത്ത് നിന്നും കുറച്ച് മഞ്ഞളെടുത്ത് വധുവിന് നൽകാൻ മഞ്ഞൾ താളത്തിലേക്കിട്ടു. അതുപോലെ തന്നെ ധ്രുവിന്റെ മുഖത്ത് നിന്ന് മൗനക്ക് വേണ്ടി മഞ്ഞളിട്ട് കൊടുക്കാൻ കുറച്ച് മഞ്ഞൾ താലത്തിലേക്കിട്ടു. ശേഷം 2 പേർക്കും ലഡു കൊടുത്തു. കിച്ചു അലോകും നേരെ വധുവിനെ ഒരുക്കിയിരിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. മുത്തും ദക്ഷിണയും ധ്രുവിനെയും മഞ്ഞൾ ചാർത്തി. കൂടെ ആരുഷി ഭർത്താവ് സഞ്ജയും. ആരുഹിക്ക് ഇതൊക്കെ കണ്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും നാളെ താനാണ് അവിടെ വധുവിന്റെ സ്ഥാനത്തുണ്ടാവുന്നതെന്ന് വരുൺ വാക്ക് തന്നിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിലാണ് ആരോഹി. ഇന്ന് അവിടെ എങ്ങനെയെങ്കിലും കയറി പറ്റണം. എന്നാലേ ആ വരുൺ വരുമ്പോ അഹല്യെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവളെ ഒന്ന് ഉറക്കി കിടത്തണമെങ്കിൽ ഞാൻ തന്നെ വേണം. രോഹി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു. ഇവിടെ എത്തിയത് 2 വധുക്കളും സുന്ദരിയായിരിക്കുകയാണ്. കിച്ചു അലോകും അവിടെ നിന്ന് കൊണ്ടുവന്ന മഞ്ഞൾ താലത്തിൽ നിന്നും എടുത്ത് അച്ഛന്റെ മുഖത്ത് മഞ്ഞൾ പുരട്ടി നെറുകയിൽ ചുംബിച്ച്. സുന്ദരി മോളായിട്ടുണ്ട് അമ്മായിയുടെ മോള്. ഇതിന്റെ ഇടയിൽ കുടിക്കൽ നമ്മുടെ അഹുക്കുട്ടിയും മഞ്ഞൾ തേച്ചു. ചെക്കന്റെ പെങ്ങളല്ലേ എന്നും പറഞ്ഞാണ് തേച്ചത്. അതുപോലെ അലോകം അച്ചു ചേട്ടത്തിയായതിനാൽ അച്ചുവിനെ ആദ്യം പുരട്ടിയതിനു ശേഷമാണ് മൗനക്ക് പുരട്ടിയത്. അഹും മൗനക്ക് തേച്ചു കൊടുത്തു. മൗനയെ കണ്ടതു മുതൽ അഹുക്ക് താല്പര്യമില്ലെങ്കിലും എന്നാലും ഒരാൾക്ക് ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ചെയ്താതിരുന്നാൽ അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. 2 പേർക്കും മഞ്ഞൾ പുരട്ടി. പിന്നെ പാലഭിഷേകമാണ്. ഒരു സ്വർണ്ണക്കുടം മുഴുവൻ പാൽ കിച്ചുവമ്മ അച്ചുവിന്റെ തലവഴി ഒഴിച്ചു. അതുപോലെ മൗനയുടെ തലവഴിയും. അതിനുശേഷം ലഡുവും കൊടുത്തു. 2 പേരെയും അനുഗ്രഹിച്ച ശേഷം കിച്ചുവും അലോകും നേരെ ചെക്കന്മാരുടെ അടുത്തേക്ക് പോയി. അച്ചുവിന് വൈദ്യവും മാലതിയും കൃഷ്ണനും മഞ്ഞൾ പുരട്ടി. അതുപോലെ തന്നെ മൗനിയുടെ കുടുംബക്കാർ അവൾക്കും മഞ്ഞൾ ഉരുട്ടിക്കൊടുത്തു. നമ്മുടെ അശ്വന്ത് ചെന്ന് അച്ചുവിന്റെ മുഖത്ത് മുഴുവനും മഞ്ഞൾ ഉരുട്ടിക്കൊടുത്തു. സൂപ്പർ, ഇപ്പോഴാ കോളം തികഞ്ഞത്. അച്ചുവിനെ കണ്ണുരുട്ടി കാണിച്ചു. പിന്നെ ഐഷു, ഗീതു, മറിയാമ്മ, കിച്ചു, കാർത്തി, മനു എല്ലാവരും കൂടി അച്ചുവിന് മഞ്ഞൾ കൊണ്ട് പുരട്ടുകയാണ്. അതിനനുസരിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഉമ്മ വെക്കുന്നത് മുഖത്ത് തേക്കുന്നതുമെല്ലാം സെൽഫിമയമാണ്. കിട്ടിയ അവസരം പാഴാക്കുവോ? എല്ലാം കയ്യിലും കാലും അങ്ങോട്ട് തേച്ചു. രാത്രി 9 മണിയോടുകൂടി മഞ്ഞൾ നീരാട്ട് കഴിഞ്ഞു. വൈദ്യ 2 പേരോടും ഒന്നുകൂടി കുളിച്ച് ഫ്രഷായി വരാൻ പറഞ്ഞു. ഇതേ സമയം വരുൺ കാത്തിരിക്കുകയാണ്. രോഹി പറഞ്ഞതിനെ തുടർന്ന് അവൻ അവിടെയുള്ള ബിൽഡിംഗ് തന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. രോഹി അഹല്യെ പാലിൽ ഉറക്ക ഗുളിക കൊടുത്ത് ഉറക്കിക്കെടുത്തുമെന്നും അവള് തന്നെ വാതിൽ തുറന്ന് അഹല്യെ പുറത്തെത്തിക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത്. നീ എന്റെ കൈ കിട്ടിയാ പിന്നെ ദക്ഷോ നിന്റെ കൊടുമോ പിന്നെ നിന്നെ കാണില്ല. മൈ ഏഞ്ചൽ, നിന്നെ കിട്ടിയാൽ ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ഒരു മരുന്ന് നിന്നിൽ ഇഞ്ചക്ട് ചെയ്യും. പിന്നെ നിനക്ക് എന്നിൽ നിന്ന് ഒരു തിരിച്ചുപോക്കില്ല. അവനൊന്ന് അട്ടഹസിച്ചു. അച്ഛൻ ഫ്രഷായി വന്നതും അവൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് വന്നു. ഹാ മോള് വാ, അവർക്ക് കഴിച്ചുപോയി. ആരാമേ? അശ്വന്ത്. മൗനയും കുടുംബവും. എനിക്ക് ആ ചേച്ചി തീരെ പിടിക്കുന്നില്ല. അശ്വന്ത്. ഞങ്ങൾക്കും. ഒന്ന് പതിയെ പറയണ്ട മക്കളെ, അവര് കേട്ടാ പിന്നെ. വൈദ്യു.
ഓ പിന്നെ ഞങ്ങളെങ്ങോട്ട് മൂക്കി വലിച്ചു കയറ്റും. ധ്രുവേട്ടന്റെ പെണ്ണാണല്ലോ എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരു പണി അങ്ങ് കൊടുത്തേനെ. അശ്വന്ത് ചേച്ചിയുടെ അനിയൻ തന്നെ, ഒരു സംശയമില്ല. അറിയാമോ? ഹാ. അപ്പോഴേക്കും രോഹി പതിയെ അകത്തേക്ക് കയറിപ്പോയി. അല്ല, ഇവളേതാ? അശ്വന്ത് മറിയാമ്മയുടെ ചെവിട്ടിൽ ചോദിച്ചു. അതില്ലേ, നിന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ അച്ഛന്റെ പെങ്ങളുടെ മകൾ ആരോഹി. ആണോ? ഓ, അപ്പൊ മുറപ്പെണ്ണാണല്ലേ? ഓ, സമാധാനമായി. പക്ഷെ ഇവളെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേക്കുന്നേ? അച്ചു ചേച്ചിക്ക് എന്തോ പണി വരുന്നുണ്ട്. നോക്കാം. അതെ, എനിക്കും തോന്നുന്നുണ്ട്. അവൾ കുറെ നേരമായി ഫോണിൽ വിളിച്ചോണ്ട് നടക്കുന്നു. കുറെ വട്ടം ഇതിലൂടെ തേരാപ്പാര നടന്നു. ഇടയ്ക്ക് അച്ചുവിനെ നോക്കുന്നുണ്ട് അറിയാമോ? ആണോ? അപ്പൊ അത് തന്നെ, പെണ്ണിനെ മാറ്റുക. അശ്വന്ത്. ആണോ? അതിന് ഇന്ന് നമ്മളെല്ലാവരും അച്ഛന് പ്രൊട്ടക്ഷൻ കൊടുക്കും. എപ്പടി? ഓക്കെ, ഡൺ. ഞാൻ എന്തിനും ഉണ്ടാക്കും. ഓക്കെ. രാത്രി എല്ലാ പെൺപടകളും എല്ലാം കൂടി അച്ചുവിന്റെ റൂമിലാണ് കടന്നത്. രാവിലെ 5 മണിയായി. അപ്പോൾ തന്നെ അച്ചുവിനെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വന്നു കൊണ്ടുപോയി. എല്ലാവരും കല്യാണത്തിന്റെ തയ്യാറെടുപ്പിലാണ്. 7 മണിയോടുകൂടി അച്ചുവിനെ റെഡിയാക്കി അവർ കൊണ്ടുവന്നു. സ്വർണ്ണാഭരണ ഭൂഷിതയായ തന്റെ മകളെ കണ്ട് അച്ചുവിന്റെ കണ്ണുകളൊന്നും നിറഞ്ഞു. സുന്ദരിയായിട്ടുണ്ട്. ആരുടെയും കണ്ണ് തട്ടാതിരിക്കാൻ മാലതി വന്ന് കണ്ണിൽ നിന്നും കൺമശിയെടുത്ത് അച്ചുവിന്റെ ചെവിക്ക് പിറകിൽ കുത്തി. വൈദ്യ ഒന്നും പറയാതെ അച്ചുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അമ്മ. അച്ചു വിളിച്ചപ്പോഴാണ് വൈദ്യ ഓർമ്മയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അച്ചുവിനെ നിറകണ്ണുകളോടെ നോക്കിക്കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. അച്ചു സന്തോഷിക്കുന്നുണ്ടാവും. മോളുടെ കല്യാണം. ആ പാവത്തിന് അതിന്റെ ഭാഗ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അമ്മ. അച്ചുവും കരഞ്ഞുപോയി. അത് കൊള്ളാലോ, അമ്മ മകളെ കരയിപ്പിക്കുന്നോ? ഇന്ന് നല്ലൊരു ദിവസമായിട്ട്. കൃഷ്ണൻ വന്ന് രണ്ടുപേരെ വളർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു. സമയമായി, നമുക്കിറങ്ങാം. 1 മണിക്കൂറില്ലേ ഇവിടെ അമ്പലത്തിലേക്ക്. വൈദുവിന്റെ ആഗ്രഹപ്രകാരം കെട്ടിവിടുത്ത ശിവക്ഷേത്രത്തിലേക്ക് മാറ്റി. റിസപ്ഷൻ ഹോട്ടലിലേക്ക് മാറ്റി. എല്ലാവരും റെഡിയായി നേരെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. പെൺപടകളെല്ലാം ഒരേ ഡിസൈൻ സാരികളാണ്, അതുപോലെ ആൺപടകളും. ഇതേ സമയം വരന്മാർ റെഡിയായി നേരെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. അച്ചു അമ്പലം കണ്ട് അന്തിച്ചു നിൽക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ അമ്പലത്തിൽ കേരളത്തിൽ വധുവരന്മാരെ അമ്പലത്തിലേക്ക് കയറ്റുകയില്ല. കെട്ടുന്നതിന് മുമ്പ് തൊഴുതു വരണം. കെട്ടുകഴിഞ്ഞാൽ പിന്നെ കയറാനേ പാടില്ല. ഇവിടെ ഭഗവാന്റെ അടുത്താണ് കല്യാണം നടക്കാൻ പോകുന്നത്. അവളെല്ലാം കണ്ടു അതിശയിച്ചു നിൽക്കുകയാണ്. അച്ചുവിനെ നേരെ മണ്ഡപത്തിലേക്ക് ആരതി ഒഴിഞ്ഞു കയറ്റി. വരൻ ദശ് മണ്ഡപത്തിൽ നേരത്തെ ഉപവിഷ്ടയായിരിക്കുന്നുണ്ട്. അച്ചു ദശിനെ ഒന്ന് നോക്കി. ഗോൾഡൻ കളർ ഷർട്ട്, മുണ്ടുമാണ് വേഷം. ഒന്നുകൂടെ അവന്റെ സൗന്ദര്യം കൂടിയതുപോലെ. എപ്പോഴും കോട്ടും സൂട്ടും ഇട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇന്നവന് നാടൻ തനി കേരള ചക്കര പോലെ തോന്നിച്ചു. അവനോളം നോക്കുകയാണ്. താനെടുത്ത സാരി അതീവ സുന്ദരിയായി. അവന്റെ ചൊടിയുടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. താലി കെട്ടിക്കോളൂ, പൂജാരി പറഞ്ഞത്. അച്ചുവിന്റെ കഴുത്ത് ദശു 3 വെട്ടും കെട്ടിക്കഴിഞ്ഞു. പതിയെ ചെവി അവന്റെ ശ്വാസം അടിച്ചത്. അച്ചു ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. ഹേയ്, ഡോണ്ട് പാനിക് മൈ ബേബി ഗേൾ. അവന്റെ ആ വാക്കുകളിൽ അവൾ നെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി. ഇതേ സമയം ഐശുവിനെ കാണാതെ നമ്മുടെ പടകൾ തിരഞ്ഞു നടക്കുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞത്. ഐശുവിനെ കണ്ടവർ നെട്ടി. അവിടെയും ഐശു കണ്ണും നിറച്ചവനെ നോക്കി. ഐശുവിന്റെ കഴുത്ത് അവൻ 3 കെട്ടും കെട്ടിക്കഴിഞ്ഞിരുന്നു. കുറച്ചു പേരൊഴുകി നമ്മുടെ വാനരപ്പടകളെല്ലാം അന്തം വിട്ടു നിൽക്കുകയാണ്. കൂടെ അച്ചു തുടരും.